ഒരു വ്യാഴവട്ടക്കാലം SKSSFന്റെ അമരപഥം അലങ്കരിച്ച് ഈ മഹൽ പ്രസ്ഥാനത്തെ ജനകീയവൽക്കരിക്കുന്നതിൽ നിസ്തുലമായ പങ്കുവഹിച്ച് അവസാനം വാദി നൂറിലൂടെ SKSSFനെ വിജയ സോപാനത്തിലേക്ക് ഉയർത്തിയ പാണക്കാടിന്റെ പാൽമില പുഞ്ചിരി അസയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു, സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ്, ഉസ്താദ് ഷെയ്ഖ്ന ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് അവറുകളെ, ഉസ്താദ് ഷെയ്ഖ്ന കോയക്കുട്ടി ഉസ്താദ് അവറുകളെ, ഉസ്താദ് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവറുകളെ, ഉസ്താദ് കോട്ടുമല ബാപ്പു മുസ്ലിയാർ അവറുകളെ, പ്രിയപ്പെട്ട ജിഫ്രി മുത്തുകോയ തങ്ങൾ അവറുകളെ, പാതിമാരായ പ്രിയപ്പെട്ട ജമലുൽ തങ്ങൾ, അബ്ദുൽ ഹയ്യ തങ്ങൾ, SKSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണംപിള്ളി ഫൈസി അവറുകളെ, വേദിയിൽ പോസ്റ്ററായിട്ടുള്ള മറ്റ് സാധാത്യങ്ങളെ, പണ്ഡിതവര്യന്മാരെ, SKSFന്റെ സാരഥികളെ, കഴിഞ്ഞകാല നേതാക്കളെ, ഇവിടെ കൂടിയ ലക്ഷോപലക്ഷം വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, SKSFന്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമായി സമർക്കന്ത് മാറിയിരിക്കുകയാണല്ലോ. 15 വർഷങ്ങൾക്ക് മുമ്പ് നില നദിയുടെ മണൽപ്പരപ്പിൽ അവിടെ വാദിനു എന്ന ഒരു അധ്യായം നമ്മൾ രൂപം കൊടുത്തു. ഇന്ന് അതിന്റെ ഒരു തുടർച്ച എന്ന വണ്ണം 4 നൂറ്റാണ്ട് തികഞ്ഞ ഈ സന്ദർഭത്തിൽ സമർക്കന്ത് എന്ന് എന്നും ഓർമ്മിക്കാവുന്നതും ഹൃദയത്തിൽ താലോലിക്കാവുന്നതുമായ സുന്ദരമായ ഒരു അധ്യായം തുന്നിച്ചേർക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായിരിക്കുകയാണല്ലോ. ഇതിനെ അഭിനന്ദിക്കുവാനും ഇതിനെ വർണ്ണിക്കുവാനും വാസ്തവത്തിൽ വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 5 ദിവസങ്ങളിലായി ഈ നഗരിയിൽ ഓരോ നിമിഷവും ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു എന്ന് വളരെ ചുരുക്കി അതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും. വിജ്ഞാനവും ചർച്ചകളും സംവാദങ്ങളും എല്ലാം ഇവിടെ അരങ്ങേറി കേരളീയ സമൂഹത്തിന് സേവനത്തിന്റെയും ത്യാഗസന്നദ്ധതയുടെയും മാർഗത്തിൽ 25,000 വളണ്ടിയർമാരെ അൽ-വിഖായ എന്ന പേരിൽ സംഭാവന ചെയ്തുകൊണ്ടുള്ള ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനും നമ്മൾ ഓരോരുത്തരും ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. മുസ്ലിം യുവ ചേതനയുടെ ചൈതന്യവത്തായ ഒരു അധ്യായം, ചൈതന്യവത്തായ പ്രവർത്തന മേഖല അത് SKSF ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യത്തിൽ അധിഷ്ഠിതമായി നമ്മൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ, ആ 3 മുദ്രാവാക്യങ്ങളും ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ അത് പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിൽ സർവോപരി നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു. വൈജ്ഞാനിക മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള നിലപാടുകൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മതവിദ്യാഭ്യാസ രംഗത്തും അക്കാഡമിക് തലത്തിലും വളരെ മനോഹരമായ രീതിയിൽ വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ ആവിഷ്കരിച്ച് രാജ്യത്തിനും നാടിനും ഉപകാരപ്രദമാകുന്ന രീതിയിൽ SKSF പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചു. ട്രെൻഡിന്റെ മാർഗങ്ങൾ, ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സഹചാരി എന്നുള്ള സേവന മനസ്ഥിതിയുടെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നിറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇബാദിന്റെ പ്രവർത്തനങ്ങൾ, വിശ്വാസവും കർമ്മങ്ങളും അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരു സമൂഹത്തിന് സമാധാനത്തിന്റെയും ശാന്തിയുടെയും ആത്മവിചാരങ്ങളുടെയും മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ കഴിയുമോ
അതാണ് ഇബാദ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് പേർക്ക് വിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ ഇബാദിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വിനയാന്വിതമായിട്ടുള്ള പെരുമാറ്റശീലങ്ങളിലൂടെയുള്ള നമ്മുടെ പ്രവർത്തകന്മാരുടെ മുന്നേറ്റം. അതും സമൂഹത്തിന് വളരെ മാതൃകയാണ്. കാലം മുന്നേറും തോറും ഒരുപാട് മാറ്റങ്ങൾ ലോകത്ത് സംഭവിക്കുമ്പോഴും പലപ്പോഴും അത് നമ്മുടെ ചിന്തകളെ ദുഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണല്ലോ. ഇവിടെ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. മദ്യമാഫിയ, മയക്കുമരുന്ന് മാഫിയ, ഇവയൊക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണല്ലോ. അവർക്ക് അവരുടെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പുതിയ പുതിയ റിക്രൂട്ട്മെന്റ് അവർക്ക് ആവശ്യമാണ്. വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. മദ്യവും മയക്കുമരുന്നുകളും അതിനെ തുടർന്ന് വരുന്ന സർവവിനാശങ്ങളും അതിലേക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ എടുത്തു ചാടുന്ന യൗവനങ്ങൾ, ആ യൗവനങ്ങളെ കരുതി മനസ്സ് വിഷമിച്ചു കഴിയുന്ന എത്രയോ രക്ഷിതാക്കൾ, നാട്ടുകാര്. അതുപോലെ തന്നെ ഒരു ആസ്വാദനത്തിന് വേണ്ടി തുടങ്ങി പിന്നീട് അതിന്റെ അടിമകളായി ജീവിതം തന്നെ നരകീയ യാതന അനുഭവിക്കേണ്ടി വരുന്നവര്, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ടി വരുന്നവര്. അങ്ങനെയുള്ളൊരു സാമൂഹ്യ പശ്ചാത്തലമാണല്ലോ നമുക്ക് ചുറ്റും കണ്ണോടിക്കുമ്പോൾ കാണുവാൻ കഴിയുക. അതിനെ തടയിടുവാൻ, അതിനെ പ്രതിരോധിക്കുവാൻ അനിവാര്യമായും വേണ്ടത് ജ്ഞാനത്തിന്റെയും കർമ്മങ്ങളുടെയും ആത്മീയത പ്രദർശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആത്മീയതയിൽ ഊന്നിയ അജ്ഞാനത്തിലൂടെയും കർമ്മങ്ങളിലൂടെയും സമൂഹത്തിന്റെ മുമ്പിൽ ഏറ്റവും നല്ല മാതൃകാ പുരുഷന്മാരായി മാറുക എന്നുള്ളതാണ്. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഉത്തമമായിട്ടുള്ള മാതൃക അത് ലോകത്തിന്റെ തന്നെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത മാതൃകയാണല്ലോ. ആ മാതൃക തന്നെയാണ് പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിലൂടെ ലോകം കാത്തിരിക്കുന്നതും ലോകം ഇഷ്ടപ്പെടുന്നതും. മുസ്ലിങ്ങളെ വാസ്തവത്തിൽ ലോകം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്ത് ഇസ്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. മറ്റു മതങ്ങൾ ഇസ്ലാമിനെ പോലെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒരുപക്ഷെ അതിന് കാരണം മുസ്ലിങ്ങളെ ലോകം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. മുസ്ലിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ അത് ലോകത്തിന് ഏറ്റവും സമാധാനവും ശാന്തിയും ഉണ്ടാക്കുന്നു എന്ന ഒരു തിരിച്ചറിവ് ലോകത്തെ മനുഷ്യരുടെ രക്തത്തിലൂടെ അത് ഓടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രം അത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉത്തമമായിട്ടുള്ള നൂറ്റാണ്ടുകൾ ലോകത്ത് കഴിഞ്ഞു പോയപ്പോ ആ നൂറ്റാണ്ടുകൾ പുനരുദ്ധാനം ചെയ്തത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നൂറ്റാണ്ടുകളാണ്. ഇസ്ലാമിന്റെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സമത്വബോധത്തിന്റെയും ഉത്തമമായിട്ടുള്ള മാർഗദർശനങ്ങൾ അത് ലോകത്ത് എന്നും ഏറ്റവും നല്ല ഉദാഹരണമായി നിലനിൽക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ ലോകത്ത് ഇസ്ലാമിനെ എല്ലാവരും അംഗീകരിച്ചു. എന്നാൽ പിൽക്കാലത്ത് പല വിധത്തിലുള്ള കൈകടത്തലുകൾ, അതല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ തന്നെ വന്നിട്ടുള്ള അലംഭാവങ്ങൾ, അലസതകൾ, അതിലൂടെയൊക്കെ യഥാർത്ഥമായ ചൈതന്യവത്തായ കർമ്മസരണിയിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വ്യതിചലിച്ചു പോയപ്പോൾ മുസ്ലിങ്ങളും അതാത് കാലത്തെ വർത്തമാനത്തിന്റെ വക്താക്കളായി മാറി യഥാർത്ഥ അന്തസ്സും ആഭിജാത്യവും പ്രതിനിധാനം ചെയ്ത ആ ഖുർആനികമായിട്ടുള്ള താല്പര്യങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വ്യതിചലിച്ചു പോയി. ഒരു കൂട്ടർ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിച്ചു. വേറൊരു കൂട്ടർ ഇസ്ലാമിനെ നിസ്സാരഭാവത്തിൽ കണ്ടുകൊണ്ട് ജീവിച്ചു. അതിന്റെയൊക്കെ ഫലമായി ലോകത്തിന്റെ മുമ്പിൽ എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിച്ചില്ല. ഇസ്ലാമിനെ തെറ്റിദ്ധാരണയോടെ ലോകം കണ്ടു. ഇസ്ലാമിനെതിരെ വിമർശന ശരങ്ങളുമായി വന്നവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളായിരുന്നു. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ വന്നുപോയ അസ്വാരസ്യങ്ങൾ. ഒരു ഭാഗത്ത്
വിശ്വാസപരവും കർമ്മപരവുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണിച്ച അലംഭാവങ്ങൾ, വേറൊരു ഭാഗത്ത് ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദവും ഭീകരവാദവും അതടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, ഇവയിലൂടെയൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെതിരെയുള്ള മുറവിളികൾ ശക്തിപ്പെടുത്തുവാൻ സാധിച്ചു. അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ് ഇവിടെ നിശബ്ദമായി പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിശബ്ദതയെ അതിനെ ശബ്ദായമാനമാക്കേണ്ടതുണ്ട്, ബഹളമയമാക്കുകയല്ല വേണ്ടത്. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശബ്ദായമാനമാക്കുവാൻ അതിന്റെ മാർഗങ്ങൾ അതാണല്ലോ ബഹുമാനപ്പെട്ട സംസ്ഥ കേരള ഇന്നത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. കേരളീയ സമൂഹത്തിൽ അതാണ് ഇവിടെ നമ്മൾ പതിറ്റാണ്ടുകളായി ഇവിടെ പഠിക്കുന്നതും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നതും. വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദർശനങ്ങളെ ശബ്ദായമാനമാക്കി അതിലൂടെ ലോകത്ത് സമൂഹത്തിലെ യഥാർത്ഥ ഇസ്ലാമിന്റെ വഴികളെ നമ്മൾ തുറന്നു കൊടുക്കുക. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കുള്ള പ്രചാരണം, അതാണ് ഇസ്ലാം. അതിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്ലാമിന്റെ പ്രചാരണ രീതി അതായിരുന്നുവല്ലോ. ഇൻഫർമേഷൻ ടെക്നോളജിയോ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശം ഭൂഖണ്ഡങ്ങളെ തരണം ചെയ്തുകൊണ്ടുപോയത് അത് വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്കുള്ള പ്രസരണമാണ്, സത്യസന്ധമായിട്ടുള്ള പ്രസരണമാണ്. ഒരുപക്ഷെ നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾക്ക് പോലും സത്യസന്ധമായിട്ടുള്ള പ്രസാരണം നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. അവിടെയൊക്കെ കൈകടത്തലും ഉണ്ടാകും, മോർഫിംഗ് ഉണ്ടാകും. എന്നാൽ അതൊന്നുമില്ലാതെ, കൈകടത്തലുകളോ മോർഫിങ്ങുകളോ ഇല്ലാതെ ഇസ്ലാമിന്റെ സത്യസന്ധമായിട്ടുള്ള പ്രചാരണം അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കുള്ള പ്രസരണമാണ്. അതാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്തിന് ലഭിച്ചത്, സ്വഹാബത്തിൽ നിന്ന് മറ്റ് സമൂഹങ്ങൾക്ക് ലഭിച്ചത്, താബിഈങ്ങൾക്ക് ലഭിച്ചത്, താബിഈങ്ങൾക്ക് ലഭിച്ചത് അതാണ്. വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്കുള്ള ആദർശത്തിന്റെ പ്രസാരണം, അതാണ് ഏറ്റവും സത്യസന്ധമായ പ്രചാരണത്തിന്റെ രീതിമാരുടെ. അത് തന്നെ നമുക്ക് വീണ്ടെടുക്കുന്നത്. ഓരോരുത്തരും സത്യസന്ധരാവുക, ഓരോരുത്തരും ആദർശശാലികളാവുക എന്ന് ഓരോരുത്തരും പ്രതിജ്ഞയെടുത്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായ നമ്മുടെ യഥാർത്ഥ ഇസ്ലാമിന്റെ സത്യസന്ധമായ മുഖത്തെ നമുക്ക് സമൂഹത്തിൽ SKSSF അതിന്റെ ആ മുദ്രാവാക്യങ്ങളെ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ് എന്ന് നമുക്കറിയാം. ആ ഒരു ലക്ഷ്യത്തോടെ ഇനിയും നമുക്ക് പ്രതീക്ഷയോടെ മുന്നേറാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം സാന്ദർഭികമായി മറ്റൊരു കാര്യം ഇവിടെ ഉണർത്തുകയാണ്. ഇവിടെ അഷ്റഫ് താമരശ്ശേരി നമ്മുടെ പ്രവാസി സംഗമത്തിന് പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ യാത്രാ സംബന്ധമായിട്ടുള്ള സാങ്കേതിക കാരണങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട്. 2000-ഓളം മയ്യത്തുകൾ ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് എത്തിച്ചു. നിരന്തരമായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുകയാണ്. ഊണും ഉറക്കവും വെടിഞ്ഞുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അദ്ദേഹം ആ സേവന രംഗത്ത് നിരതരാകാറുള്ളത്. അദ്ദേഹത്തിന്റെ ആ സേവന തൽപരത മനസ്സിലാക്കി അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പ്രവാസി പുരസ്കാരം, കേന്ദ്ര സർക്കാരിന്റെ പ്രവാസി ഭാരത് ദിവസത്തിലെ ആ പ്രവാസി പുരസ്കാരം നൽകി അദ്ദേഹത്തെ അംഗീകരിക്കുകയുണ്ടായി, ആദരിക്കുകയുണ്ടായി. അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത്, ഇവിടെയും അദ്ദേഹത്തെ ആദരിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത്തരം ആദരങ്ങളല്ല ആവശ്യം. അദ്ദേഹത്തിന് ആവശ്യം ഈ വലിയ പുരുഷാരത്തിന്റെ പ്രാർത്ഥനകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന്റെ ആ സേവന കാര്യങ്ങളിലെല്ലാം മതിയായ പ്രതിഫലത്തെ ഇരുവീട്ടിലും നൽകുമാറാകട്ടെ. ഇനിയും സേവന രംഗത്ത് വളരെ നല്ല നിലക്ക് മുന്നേറാൻ സർവശക്തൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.